പ്രവാചകന്മാർ ചൊല്ലിയ ഒരു അത്ഭുത ദിക്ർ പറഞ്ഞു തരട്ടെ. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പോലും അമ്പരപ്പോട് കൂടിയിട്ട് ചൊല്ലിയ ഒരു ദിക്ർ. മഹാനായ ഖലീലുല്ലാഹ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചൊല്ലാൻ കൽപ്പിച്ച ദിക്ർ. ആരെങ്കിലും ഒരാൾ ഈ ദിക്ർ ചൊല്ലിയിട്ട് റബ്ബിനോട് അയാളുടെ ആവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താവശ്യമാണോ ആ ചോദിച്ചത്, ആ പറഞ്ഞത്, ആ ആവശ്യം അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കുന്നതാണ് എന്നും അതോടൊപ്പം തന്നെ വമ്പൻ പ്രതിഫലങ്ങൾ ആ വ്യക്തിക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതാണ് എന്നും മഹാന്മാർ പഠിപ്പിച്ചു തന്ന മഹത്തായ ഒരു ദിക്ർ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കേൾക്കാം. വീഡിയോ മുഴുവനായി കേൾക്കണം. നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ നീങ്ങാൻ, പ്രയാസങ്ങൾ മാറാൻ, ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് കിട്ടാൻ, ഹാജത്തുകൾ നിറവേറി കിട്ടാനൊക്കെ ഉപകാരപ്പെടുന്ന വളരെ ചെറിയ ഒരൊറ്റ വരി പോലുമില്ലാത്ത ഒരു കുഞ്ഞൻ ദിക്ർ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കേൾക്കാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മുഴുവനായി കേൾക്കുക. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. അള്ളാഹു നമ്മയൊക്കെ സ്വീകരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർ, ഉപ്പമാർ, സഹോദരങ്ങൾ, എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ, അള്ളാഹു എല്ലാവർക്കും റാഹത്ത് നൽകട്ടെ. ഒരുപാട് ആളുകൾ, അത് മുസ്ലിമീങ്ങൾ എന്ന് മാത്രമല്ല, ഒരുപാട് അമുസ്ലിമീങ്ങളായ നമ്മുടെ സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ വീഡിയോ കേട്ടിട്ട് പലപ്പോഴും വിളിച്ച് വിഷമങ്ങൾ പറയുകയോ സങ്കടങ്ങൾ പറയുകയൊക്കെ ചെയ്യാറുണ്ട്. എല്ലാവർക്കും ദൈവം റാഹത്തും സന്തോഷമൊക്കെ നൽകട്ടെ, ജീവിതത്തിൽ വലിയ ഐശ്വര്യം നൽകട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പ്രയാസങ്ങൾ മതം നോക്കിയിട്ടോ ജാതി നോക്കിയിട്ടോ ഒന്നുമല്ല. ഇപ്പോൾ കടബാധ്യത ഇന്ന മതക്കാർക്ക് അല്ലെങ്കിൽ ഇന്ന ജാതിയിൽ ഉള്ളവർക്ക്, ഇന്ന സമുദായത്തിന് മാത്രം വരുള്ളൂ, അങ്ങനെയല്ല. എല്ലാ വ്യക്തികൾക്കും, അല്ലെ എല്ലാ മതങ്ങളിലേക്കും, എല്ലാ സംഘടനകളിലേക്കും, എല്ലാ സ്ഥാനത്തിരിക്കുന്നവരിലേക്കും ഒക്കെ എന്ത് ചെയ്യാം, അതായത് ജാതി മതഭേദമന്യേ എന്ന് തന്നെ എല്ലാവരിലേക്കും വരാവുന്നതാണ് അപകടങ്ങൾ, കടങ്ങൾ, ബാധ്യതകൾ, ദുരിതങ്ങൾ, പ്രയാസങ്ങൾ. സന്തോഷം മാത്രമുള്ളൊരു ജീവിതം ഉള്ള ആളുകൾ വളരെ നിസ്സാരമായിരിക്കും. നമ്മൾ പുറമേ നോക്കും, അയാൾക്ക് ഭയങ്കര സന്തോഷമായിരിക്കും, അയാൾക്ക് ഇത്ര സ്വത്തുണ്ട്, അതുണ്ട്, ഇതുണ്ട് എന്ന് പറഞ്ഞാൽ, പക്ഷേ അയാൾക്ക് അയാളുടേതായ വിഷമങ്ങൾ വരെ ഉണ്ടാവും നമ്മൾ അറിയാത്തത്. അപ്പോൾ നമ്മൾ ആരെയും നോക്കേണ്ടതില്ല. നബിതങ്ങളുടെ ഒരു ഹദീസ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞുതരാം. ഉന്ദുറു ഇലാമൻ അസ്ഫല മിൻകും, നിങ്ങളുടെ താഴെയുള്ള ആളുകളിലേക്ക് ദുനിയാവിൻ്റെ വിഷയത്തിൽ നിങ്ങൾ നോക്കണം. വലാ തന്ദുറു ഇലാമൻ ഫൗഖക്കും, നിങ്ങളുടെ മുകളിലുള്ളവരിലേക്ക് നിങ്ങൾ നോക്കാൻ പാടില്ല എന്ന്. 2 നില വീടുള്ള ഒരാളെ കണ്ടിട്ട് എനിക്കൊറ്റ നിലയല്ലേ ഉള്ളൂ, അവന് 2 നിലയില്ലേ, ചിന്തിക്കേണ്ട. അവിടെ ചിന്തിക്കേണ്ട എന്താ, എനിക്ക് 1 നിലയുള്ള വീടെങ്കിലും ഉണ്ട്. ഈ കടത്തിണ്ണയിൽ കിടന്നുറങ്ങുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ, കടത്തിനയിൽ ഒന്നുമില്ലാതെ കിടക്കുന്ന ആളുകൾ. അപ്പോൾ അവരൊക്കെ ഉള്ളത് നോക്കുമ്പോൾ ഞാൻ ഇത്ര ഭാഗ്യവാനാണ് എന്ന് ചിന്തിച്ചാൽ നമ്മുടെ പ്രയാസങ്ങളൊക്കെ നീങ്ങും. ഞാൻ പറഞ്ഞു വരുന്നത്, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തന്ന നിഅമത്തുകൾ എത്ര വലുതാണെന്നറിയും. ഇന്ന് പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം നമ്മൾ ചെയ്യേണ്ട ഒരുപാട് സൽക്കർമ്മങ്ങളുണ്ട്. അക്കൂട്ടത്തിൽ ഏറ്റവും മഹത്തായ സൽക്കർമ്മമാണ് സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത്, അല്ലേ? സ്വലാത്ത് ചൊല്ലാൻ പഠിപ്പിക്കപ്പെട്ട ഒരു ദിവസം കൂടിയാണല്ലോ വെള്ളിയാഴ്ച. നമ്മൾ ഒരുപാട് സ്വലാത്തുകൾ ചെല്ലാറുണ്ട്, ചെറുതും വലുതുമായി മഹാന്മാർ പഠിപ്പിച്ച അന്ന് ഒരുപാട് സ്വലാത്തുകൾ ചെല്ലാറുണ്ട്, അല്ലേ? ആ കൂട്ടത്തിൽപ്പെട്ട അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് നമ്മൾ ചൊല്ലുന്നതാണ്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലേ? അതുപോലെ അല്ലാഹുമ്മ സ്വല്ലി അല നൂരി വാഹ്ലിഹി, ഇങ്ങനെ തുടങ്ങിയിട്ട് വ്യത്യസ്തങ്ങളായ സ്വലാത്തുകൾ, ചെറിയ ചെറിയ സ്വലാത്ത് വലുപ്പവും ചെറുപ്പമൊന്നുമില്ല. ഏത് സ്വലാത്ത് ചൊല്ലാലും പ്രതിഫലം ലഭിക്കും, അല്ലേ? കുറഞ്ഞത് ഒരു ദിവസം 300 സ്വലാത്തെങ്കിലും ചൊല്ലണേ എന്ന് മഹാന്മാർ പഠിപ്പിച്ചെന്നതായി കാണാം. പറ്റുന്നത് പോലൊക്കെ ചൊല്ലുക. 3, 11, 33 എത്രയാണോ പറ്റുന്നത്. 100 സ്വലാത്ത് പതിവായി ചെല്ലാൻ പറ്റുമെങ്കിൽ എത്ര നല്ല, അള്ളാഹിൻ്റെ അടുക്കൽ വലിയ കൂലി ലഭിക്കുമെന്ന് മാത്രമല്ല, ആ ചങ്ങായിയുടെ ചൊല്ലുന്ന ആളുടെ കാര്യങ്ങൾ അള്ളാഹു നടപ്പാക്കി കൊടുക്കുന്ന. ഇനി ഈ സ്വലാത്തുകളുടെ കൂട്ടത്തിൽ രാജാവായൊരു സ്വലാത്തുണ്ട്, സ്വലാത്തുൽ ഇബ്രാഹിമിയ. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പേര് പറയുന്നൊരു സ്വലാത്ത്. ഇബ്രാഹിം നബിയും നമ്മളും തമ്മിൽ വലിയ ബന്ധമുണ്ട്, അല്ലേ? നമ്മളും ഇബ്രാഹിം നബിയും തമ്മിൽ വലിയ ബന്ധമുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ച് മരണപ്പെട്ടു പോയ ഒരു പ്രവാചകനാണ് ഇബ്രാഹിം നബി. ഏകദേശം 5000 നബിതകൾ വരുന്ന 5000 വർഷങ്ങൾക്ക് മുമ്പൊക്കെയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടം. എന്നാൽ നബിതങ്ങളുടെ കാലഘട്ടം അവിടെ മുതൽ ഇന്നോളം മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറയണം. ഇനി ഖിയാമത്ത് നാൾ വരെയുള്ള ജനങ്ങൾ ഇബ്രാഹിം നബിയെ പറയും, അവിടുത്തെ സ്മരിക്കും. അതിനൊരു കാരണമുണ്ട്. ഇന്നത്തെ ദിക്ർ ഞാൻ പറയുന്നുണ്ടല്ലോ, ഞാനും നിങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ അത് മുറുകെ പിടിച്ചോണം. ഉറപ്പായി നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടുമെന്ന് മാത്രമല്ല, നമ്മൾ എന്താണോ ഉദ്ദേശിച്ചത് ആ ഉദ്ദേശിച്ചതുപോലെ നടന്നു കിട്ടും. നമ്മുടെ കൽബിൽ നമ്മൾ എന്താണ് ഉദ്ദേശിച്ചത് ആ ഉദ്ദേശിച്ചതുപോലെ നടന്നു കിട്ടും. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് പ്രത്യേകിച്ച് ഹജ്ജിനും ഉംറയ്ക്കൊക്കെ പോകുന്ന, ഹജ്ജിൻ്റെ സമയമാണ്, അല്ലേ? ഹജ്ജിനും ഉംറയ്ക്കൊക്കെ പോകുന്ന ആളുകൾ അവിടുന്ന് നിരന്തരം സ്മരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഇബ്രാഹിം നബിയെയും അവിടുത്തെ കുടുംബത്തെയും, അല്ലേ?
കഅബാലയം തവാഫ് ചെയ്യുമ്പോൾ, അതുപോലെ തന്നെ സംസം വെള്ളം കുടിക്കുമ്പോൾ, സഫാ മർവ പർവ്വതങ്ങൾക്കിടയിൽ സഈ ചെയ്യുമ്പോൾ തുടങ്ങിയിട്ട് ഇങ്ങനെ ഓരോ സമയങ്ങളിലും ഈ ഖലീലായ ഇബ്രാഹിം നബിയെയും അതുപോലെ അവിടുത്തെ കുടുംബത്തെയും സ്മരിക്കുകയാണ്. ഖുർആൻ നോക്കിയാൽ ഒരുപാട് പ്രവാചകന്മാരുടെ പേര് കാണാം. പലരുടെയും സ്ഥാനപ്പേര് പറയുന്നുണ്ട്. കലീമുള്ള മൂസാ നബിക്ക് പറയുന്ന പേരാണ്. ഷെയ്ഖുൽ ഇസ്ലാം നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് പറയുന്നതാണ്. റൂഹുള്ള ഈസാ നബി അലൈഹി സ്വലാമിന് പറയുന്ന പേരാണ്, ഇല്ലേ? അബുൽ ബഷർ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് പറയുന്ന പേരാണ്. ഇങ്ങനെ തുടങ്ങിയിട്ട് റഹ്മത്തുൽ ആലമീൻ ഹബീബായ നബി തങ്ങളുടെ നാമമാണ്. ഇതുപോലെ ഒരു പ്രത്യേക സ്ഥാനപ്പേരൊക്കെ കൊടുത്തിട്ട് വിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തിയ ഒരു പ്രവാചകനാണ് ഖലീലുള്ള ഇബ്രാഹിം നബി അലൈഹി സ്വലാം. ഖലീൽ എന്ന് വെച്ചാൽ എന്താ? കൂട്ടുകാരൻ, ചങ്ങാതി. ഞാൻ ദിക്ർ പറഞ്ഞു തരട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞ പവർഫുള്ളായ ദിക്ർ. ഒരിക്കൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹിനോട് ചോദിച്ചു, അല്ലാഹ് എന്താണ് ഖലീലുല്ലാ എന്ന് പറയാൻ കാരണം? ഇബ്രാഹിം നബിക്ക് എന്താണ് ഖലീൽ എന്ന് പേര് പറയാൻ കാരണം? അപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് മറുപടി പറഞ്ഞു, നീ തന്നെ ഡയറക്റ്റ് ചോദിച്ചോളാൻ. നീ എന്നെ എന്ത് ചെയ്തോ? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഡയറക്റ്റ് ചോദിച്ചു, എന്താണ് ഖലീൽ എന്ന് വരാനുള്ള കാരണം, എന്താണ് അങ്ങനെ പേര് ലഭിക്കാനുള്ള കാരണമെന്ന് ചോദിച്ചോളാൻ പറഞ്ഞു. മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മനുഷ്യക്കോലത്തിൽ വന്നു. ആരുടെ അടുക്കൽ? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അരികിലേക്ക് മനുഷ്യക്കോലത്തിൽ വന്നു. എന്നിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് എന്ത് ചെയ്തു? ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കുറച്ച് ആടുകളുണ്ട്. ആട്ടിൻപറ്റ ഇങ്ങനെ മേയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആടുകൾ വന്നിട്ട് പറഞ്ഞു, ഞാനൊരു വഴിയാത്രക്കാരനാണ്, എനിക്ക് നിങ്ങളുടെ ആടുകളിൽ നിന്നും ഒരു ആടിനെ തരുമോ എന്ന് ചോദിച്ചു. ആരോട്? ഇബ്രാഹിം നബിയോട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ മനുഷ്യനെ പിടിച്ചിട്ട്, അതായത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മനുഷ്യക്കോലത്തിലാണല്ലോ വന്നത്, മനുഷ്യനെ പിടിച്ചു നിർത്തിയിട്ട് പറഞ്ഞത്, എൻ്റെ ആട്ടിൻപറ്റത്തിൽ നിന്നും 1/3 ഭാഗം എന്ത് ചെയ്തേക്കാം? തന്നേക്കാം. അതായത് 99 ആടുകളുണ്ടെങ്കിൽ, അതായത് 100 ആടുകളുണ്ടെങ്കിൽ അതിൽ 33 ആടിനെ എന്ത് ചെയ്തേക്കാം? നിങ്ങൾക്ക് നൽകിയേക്കാം. ഒരൊറ്റ ആടിനെ ചോദിച്ചു വന്ന ആൾക്ക് 33 ആടിനെ നൽകുക. പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താ കണ്ടീഷൻ? ഞാൻ പറയുന്ന നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ദിക്ർ നിങ്ങളൊന്ന് ഏറ്റു ചൊല്ലണം, വേറൊന്നും ചെയ്യണ്ട. ഞാൻ പറഞ്ഞു തരുന്ന ദിക്ർ ഒന്ന് ഏറ്റു ചൊല്ലണം. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഓക്കെ ചൊല്ലാം. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു എന്ത് ചെയ്തു? ഒരു ദിക്ർ പറഞ്ഞു കൊടുത്തു. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അത് ഏറ്റു ചൊല്ലുകയും ചെയ്തു. ഇതിങ്ങനെ ആസ്വദിച്ച് കേട്ടു ആര്? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. എന്നിട്ട് പറഞ്ഞത്, നിങ്ങൾ ഇനിയും ചൊല്ലുകയാണ് എങ്കിൽ എൻ്റെ ആട്ടിൽ നിന്നും 2/3 ഭാഗത്തേക്കും നൽകിയേക്കാം. അതായത് 100 ആടുണ്ടെങ്കിൽ 66 ആടിനെയും തന്നേക്കാം. 66 ആടിനെയും തന്നേക്കാം. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വീണ്ടും ചൊല്ലി. അതും ഇങ്ങനെ ആസ്വദിച്ച് കേട്ടു. വീണ്ടും പറഞ്ഞത്, നിങ്ങൾ ഇനി ഒരു വട്ടം കൂടെ ചെല്ലുകയാണെങ്കിൽ എൻ്റെ ആടുകളെ മുഴുവൻ നൽകിയേക്കാം, 100 ആടിനെയും തന്നേക്കാം. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വീണ്ടും ചൊല്ലി ആ ദിക്ർ. അപ്പോൾ എന്ത് ചെയ്തു? മുഴുവൻ ആടുകളെയും ആർക്ക് കൊടുത്തു? ഖലീലുല്ലാഹി ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ആകുന്ന മനുഷ്യരൂപത്തിൽ വന്ന മലക്കിന് കൊടുത്തു. ഇത് വാങ്ങിയിട്ട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഞാൻ ജിബ്രീൽ. ഞാൻ ആരാണ്? ജിബ്രീലാണ്. ഞാൻ ജിബ്രീലാണ്. ജിഅ്തു മിനല്ലാഹ്. ഞാൻ അള്ളാഹിൻ്റെ ഭാഗത്തു നിന്ന് വന്നതാണ്, അള്ളാഹിൻ്റെ അരികിൽ നിന്നും വന്നതാണ്. വന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങൾ എങ്ങനെയാണ് ഖലീലുല്ലാ ആയത് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഖലീലുല്ലാ ആയത് എങ്ങനെയാണ് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ എനിക്ക് ആ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ പ്രവൃത്തിയിൽ നിന്ന് മനസ്സിലായി എന്തുകൊണ്ടാണ് ഖലീൽ എന്ന പേര് ലഭിക്കാനുള്ള കാരണം. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന് പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പരിചയപ്പെടുത്തി കൊടുത്ത, ചൊല്ലാൻ പറഞ്ഞ ആ ഒരു ദിക്റുണ്ടല്ലോ. ഇബ്രാഹിം നബിയുടെ ഒരുപാട് ദുആകൾ ഖുർആനിൽ പറയുന്നുണ്ട്, അല്ലേ? വൈദ് ഖാല ഇബ്രാഹിം റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിനം വജ്നുബ്നി വബനിയ അൻ നഅ്ബുദൽ അസ്നാം തുടങ്ങിയിട്ട് സൂറത്ത് ഇബ്രാഹിമിൻ്റെ അവസാന ഭാഗത്തൊക്കെ ഒരുപാട് ദുആകൾ പറയുന്നുണ്ട്. റബ്ബി ജഅൽനി മുഖീമസ്സലാത്തി വമിൻ ദുർരിയത്തി റബ്ബനാ വതഖബ്ബൽ ദുആ തുടങ്ങിയിട്ട് ഒരുപാട് ദുആകൾ ആ ഒരു എന്ത് ചെയ്യുന്നുണ്ട്? സൂറത്ത് ഇബ്രാഹിമിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട്. അക്കൂട്ടത്തിൽ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം, അങ്ങനെ ഒരു ദുആ നമുക്കറിയാം. സൂറത്തുൽ ബഖറയിൽ പറയുന്നുണ്ടല്ലോ, കഅബാലയം പണിഞ്ഞതിന് ശേഷം പറയുന്ന മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീലിന് പറഞ്ഞു കൊടുത്തൊരു ദുആയാണ്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ഈ ഒരു ദിക്ർ പറഞ്ഞു തരുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും ചൊല്ലാറുണ്ടായിരുന്നു. ഏതാ ദിക്ർ? സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികതി വറൂഹ് എന്ന് ചൊല്ലിക്കേ. സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികതി വറൂഹ്. സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികതി വറൂഹ്. ഈ ഒരു ദിക്ർ ആരെങ്കിലും ഒരാൾ ജീവിതത്തിൽ പതിവാക്കിയാൽ, ഇതാരെങ്കിലും പതിവാക്കിയാൽ, ഇത് പറയൽ മാത്രമല്ല കേൾക്കുന്നതിനും കൂലിയാണ്.
ആരെങ്കിലും പതിവാക്കി കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ വലിയ സന്തോഷം ലഭിക്കുമെന്ന് മാത്രമല്ല, അയാളുടെ കൽബിലെ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കും, ആവശ്യങ്ങൾ അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കും, ഒരുപാട് ദറജകൾ അള്ളാഹു അവർക്ക് ഉയർത്തും, വലിയ നേട്ടങ്ങൾ നേടിയെടുക്കാൻ ലഭിക്കാനൊക്കെ കാരണമായി തീരും. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. മഹാന്മാർ ചൊല്ലിയ, പ്രവാചകന്മാർ ചൊല്ലിയ, ജിബ്രീലിനോട് പോലും മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചൊല്ലാൻ കൽപ്പിച്ചു കൊടുത്ത മഹത്തായ ദിക്ർ എൻ്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ പതിവാക്കാൻ ശ്രമിക്കുക. റബ്ബ് തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രയാസങ്ങളുള്ളവർ, ബുദ്ധിമുട്ടുകളുള്ളവർ, ദുരിതങ്ങളിൽ കഴിയുന്നവരൊക്കെ ഒരുപാട് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും പ്രയാസങ്ങൾ നീക്കി തരുമാറാകട്ടെ, വിഷമങ്ങളൊക്കെ അള്ളാഹു മാറ്റി തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇൻഷാ അല്ലാഹ് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ്, ഇതുപോലെയുള്ള വീഡിയോകൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാനും ശ്രമിക്കുക. കാരണം നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ ആരെങ്കിലും ഒരാൾ നമ്മുടെ ഇത് കണ്ടു കഴിഞ്ഞാൽ, അവർ ജീവിതത്തിലൊന്ന് പതിവാക്കി കഴിഞ്ഞാൽ അതിൻ്റെ പ്രതിഫലം കൂടി അള്ളാഹു നമുക്ക് നൽകും. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വ ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.